CPM ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ വീഡിയോ വന്ന സംഭവത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണത്തിനൊപ്പം ചേർത്ത ഫോട്ടോയിലും CPMന് അബദ്ധം പറ്റിയിരിക്കുന്നു. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉന്നം വെച്ച് വ്യാജൻ ഇപ്പോൾ ഹാക്കറുമായി എന്ന തലക്കെട്ടുള്ള കുറിപ്പിനൊപ്പം CPM ജില്ലാ സെക്രട്ടറിയുടെ ചിത്രമാണ് ചേർത്തിരിക്കുന്നത്. ഹാക്ക് ചെയ്തത് ജില്ലാ സെക്രട്ടറി ആണോ എന്ന് പരിഹാസം ഉയർന്നതോടെ പേജിന്റെ അഡ്മിൻ ഫോട്ടോ അടങ്ങിയ കുറിപ്പ് നീക്കം ചെയ്യുകയായിരുന്നു. പിന്നീട് ചിത്രത്തിൽ നിന്ന് ഫോട്ടോ ഒഴിവാക്കി വാക്കുകൾ മാത്രമാക്കി പോസ്റ്റ് പരിഷ്കരിക്കുകയും ചെയ്തു. പാർട്ടി സമ്മേളനത്തിൽ ഉൾപ്പെടെ ഇത്തരം അശ്രദ്ധമായ ഇടപെടലുകൾ ചർച്ചയായിരുന്നു. ഇത്തരം സംഭവങ്ങളിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അവമതിപ്പുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TD ബൈജുവിനാണ് ജില്ലയിൽ പാർട്ടിയുടെ സമൂഹ മാധ്യമങ്ങളുടെ ഏകോപന ചുമതല നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തെ CPM ജില്ലാ കമ്മിറ്റികളുടെ സമൂഹ മാധ്യമ ഇടപെടലുകളിൽ പത്തനംതിട്ട മുൻനിരയിലാണെന്ന വിധം ഏരിയ കമ്മിറ്റികളുടെ മീഡിയ ഗ്രൂപ്പിൽ ഇദ്ദേഹം അവകാശം ഉന്നയിച്ചതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചരണ വീഡിയോ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റയും അദ്ദേഹം ഗ്രൂപ്പിൽ പങ്കുവച്ചതും അബദ്ധമായി. മറ്റു ജില്ലകളിലെ പ്രകടനം വിലയിരുത്തിയ അംഗങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി ഔദ്യോഗിക പേജിന്റെ ഇടപെടൽ മറ്റു പല ജില്ലകളെക്കാളും പിന്നിലാണെന്ന് വ്യക്തമായി. ജില്ലാ കമ്മിറ്റിയുടെ പേജിൽ സ്ഥിരമായി പോസ്റ്റുകൾ ഇടുന്നുണ്ടെങ്കിലും അവയ്ക്കുള്ള കമന്റുകളും പങ്കുവയ്ക്കലും സമീപകാലത്ത് 15% കുറഞ്ഞെന്നും മീഡിയ ഗ്രൂപ്പിൽ പ്രചരിച്ച കണക്കിലുണ്ട്. അതേസമയം CPM പത്തനംതിട്ട ജില്ലാ ഘടകത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രചരണ വീഡിയോ വന്ന സംഭവത്തിന് പിന്നിൽ ഒരു അഡ്മിൻ ആണെന്ന വിവരം പുറത്തു വന്നിരുന്നു. ഈ അഡ്മിനെ കണ്ടെത്താനുള്ള ശ്രമം പാർട്ടി നടത്തുന്നുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമേ എന്തെങ്കിലും പുറത്തു വരൂ എന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നതാണ്. പേജ് ഹാക്ക് ചെയ്തെന്ന ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിലുള്ള അന്വേഷണത്തിലും മെല്ലെപ്പോക്കിന് അനൌദ്യോഗിക നിർദ്ദേശം നൽകിയതായാണ് സൂചനകൾ. ഞായറാഴ്ച രാവിലെ സംഭവം പുറത്തു വന്നെങ്കിലും പോലീസിൽ ജില്ലാ നേതൃത്വം പരാതി നൽകിയത് തിങ്കളാഴ്ചയായിരുന്നു. ഗുരുതര സംഭവമായിട്ടും പരാതി വൈകിയപ്പോൾ ഹാക്കിംഗ് അല്ലെന്ന സംശയം ഉയർന്നതാണ്. പരാതി ലഭിച്ചതിന് ശേഷവും പോലീസ് കേസെടുക്കാതിരുന്നതും സംശയത്തിന് ഇടയാക്കിയിരുന്നു. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയ സംഭവത്തിന്റെ യഥാർത്ഥ സ്ഥിതി അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പേജ് ഹാക്ക് ചെയ്തു എന്ന ജില്ലാ നേതൃത്വത്തിന്റെ വാദത്തിൽ വലിയ കഴമ്പില്ല എന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയതായുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ജില്ലയിലെ പാർട്ടി ഘടകത്തിൽ സാമൂഹിക മാധ്യമങ്ങളുടെ ചുമതലക്കാരനായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തോട് ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അഡ്മിന്മാരുടെ പാനലിൽ ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായ കുഴപ്പമാണ് പ്രശ്നത്തിന്റെ അടിസ്ഥാനമെന്ന നിഗമനത്തിൽ അഡ്മിന്മാരുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തു. ശനിയാഴ്ച രാത്രിയാണ് പാലക്കാട് എന്ന സ്നേഹവിസ്മയമെന്ന അടിക്കുറിപ്പോടെ 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ 63,000 ഫോളോവേഴ്സ് ഉള്ള CPM ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടത്. സംഭവം വലിയ രീതിയിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ അധികം വൈകാതെ തന്നെ അഡ്മിന്മാരിൽ ഒരാൾ ദൃശ്യങ്ങൾ നീക്കം ചെയ്തു. പക്ഷേ അതിന്റെ ലിങ്കും സ്ക്രീൻ റെക്കോർഡിംഗും വ്യാപകമായി പ്രചരിച്ചു. വ്യാജ പേജിലാണ് ഇത് വന്നതെന്നായിരുന്നു നേതൃത്വത്തിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ അത് വിശ്വാസയോഗ്യമല്ലാത്തതിനാൽ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാക്കുകയായിരുന്നു. ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് ജില്ലാ സെക്രട്ടറിയെ ധരിപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് പേജിൽ വന്നത്. ഹാക്ക് ചെയ്തു എന്ന വിവരം സത്യമാണെങ്കിൽ അതിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം ഹാക്കർമാർക്ക് എന്താണെന്ന ചോദ്യമാണ് ആദ്യം ഉയർന്നത്. 5 മിനിറ്റിനകം വീഡിയോ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ഹാക്ക് ചെയ്യപ്പെട്ട പേജ് അധികം വൈകാതെ തിരിച്ചു പിടിച്ചുവെന്നും പാർട്ടി നേതൃത്വം അവകാശപ്പെടുന്നു. ഫേസ്ബുക്കിന്റെ മാതൃകാ കമ്പനിയായ മെറ്റയിൽ നല്ല സ്വാധീനമുണ്ടെങ്കിൽ പോലും നേരം ഇരുട്ട് വെളുക്കുമ്പോഴേക്കും പേജ് സാധാരണ നിലയിലാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഏത് അഡ്മിനാണ് പോസ്റ്റ് ഇട്ടതെന്ന നോട്ടിഫിക്കേഷൻ മറ്റ് അഡ്മിന്മാർക്ക് പോകും. ഈ സംഭവത്തിലും അങ്ങനെ നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കയ്യബദ്ധം CPMന് സംഭവിച്ചത് പാർട്ടിയെ മൊത്തത്തിൽ പിടിച്ചുകുലുക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് വീണ്ടും ഒരു കയ്യബദ്ധം കൂടി പറ്റിയത്.
അതും CPM ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ വീഡിയോ വന്ന സംഭവത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണത്തിനൊപ്പം ചേർത്ത ഫോട്ടോയിൽ. ഇതോടെ കാര്യം വ്യക്തമായിരിക്കുകയാണ്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലെ വീഡിയോ CPMന്റെ ഔദ്യോഗിക പേജിൽ പ്രത്യക്ഷപ്പെട്ടതും ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനു പറ്റിയ ഒരു കയ്യബദ്ധമാണെന്ന്.